അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ, നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് 5-ാമത്തെ നോമ്പിൻ്റെ അത്താഴത്തിന് ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത്താഴം മുതൽ നോമ്പ് തുറക്കണ വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ അത്താഴത്തിന് ഞങ്ങൾ 4:45 എണീറ്റ് റീനു പിന്നാലെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോനുവിനെ കുറേ വിളിച്ച് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ എണീക്കണേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് പള്ളിയിൽ കഞ്ഞി വന്നിട്ട് ചൂടാക്കി പിന്നെ ചായക്ക് ഞാൻ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോഴത്തേനും അത് തിളച്ച് ഇതാവുമല്ലോ, സെറ്റാവുമല്ലോ വെച്ചിട്ട്. അപ്പോൾ റീനുവിന് കഞ്ഞി വേണമെന്ന് ചോദിച്ചപ്പോൾ അവനക്ക് വേണ്ട. അപ്പോൾ ഞാൻ പള്ളിയിലെ കഞ്ഞിയാണ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് കുറേശ്ശെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവനക്കത് ഇഷ്ടമായില്ല കേട്ടോ, അവൻ കുടിച്ചില്ല. പിന്നെ അവനത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വല്യമ്മ ഇതാ പോയി നിസ്കരിക്കാൻ ഓളൊക്കെ എടുത്തിട്ട് നിസ്കാരത്തിന് സമയമായോ എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സമയമായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വല്യമ്മ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി തോന്നിയില്ല കേട്ടോ. സമാധാനത്തോടെ ചായയും നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ട് നമുക്ക് പോയി കിടക്കാമല്ലോ. അപ്പോൾ ഞാൻ വല്യമ്മ ഇല്ലെങ്കിൽ ഞാൻ വേഗം വന്ന് കഞ്ഞി കുടിച്ചിട്ട് വേഗം വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ചായ വെക്കാനൊന്നും നിൽക്കില്ല കേട്ടോ, പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വല്യമ്മ ഉള്ളതുകൊണ്ട് സമാധാനത്തിൽ അത്താഴമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ ഓളൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ സമയമായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓതി പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് റീനു നിസ്കരിക്കണം പറഞ്ഞിട്ട് വല്യമ്മയും റീനയും കൂടെ നിസ്കരിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ പോയി ഉറങ്ങിയിട്ട് 9 മണിക്കാട്ടോ ഞാൻ എണീക്കുള്ളൂ. അപ്പോൾ ഇത് റീനുവൊക്കെ നേരത്തെ കാലത്ത് എണീക്കും കേട്ടോ. ഞാൻ 9 മണിക്ക് എണീറ്റ് നല്ല കാറ്റും മഴയും പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാറ്റിൽ കുറേ ചപ്പുകളും ചവറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വിട്ട് വൈകുന്നേരം നമുക്ക് അടിക്കാനുള്ള ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ വെയിലൊക്കെ ഉദിച്ചിട്ട് അപ്പോൾ ഞാനൊക്കെ അടിച്ച് ആരി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തെങ്ങിലും ചെടികൾക്കൊക്കെ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ ഉണങ്ങി കിടക്കും. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുറത്തത്തെ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും പുറത്തത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതായത് ഉള്ളിലൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന ശേഷമാണ് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഒതുക്കി പെറുക്കി. എൻ്റെ റീനൊക്കെ ഇങ്ങനെ കറുകുറേനാക്കൂട്ടെ എല്ലാവിടെയും. അപ്പോൾ ഞാൻ അതൊക്കെ അടുക്കി പെറുക്കി ബെഡ്ഷീറ്റുകളും എല്ലാം മടക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തുടച്ചിട്ട് അപ്പോൾ ആ ഹാളും ബെഡ്റൂമുകളൊക്കെ വൃത്തിയായിട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ കണ്ടോ പിന്നെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പെലച്ചയ്ക്ക് കഴിച്ചതും പിന്നെ രാവിലെ റീനുവിന് നാഷ്ട കൊടുത്തതും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കേട്ടോ, അധികം പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് പാത്രങ്ങൾ ഒഴിക്കാനുള്ള പാത്രങ്ങളും കറികൾ ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് അവിടുത്തെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ തണുത്ത വെള്ളം വേണമല്ലോ. അപ്പോൾ അതിന് 2 കുപ്പി തണുത്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടോ ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അങ്ങനെ അതും ആക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോൾ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അടുക്കള വൃത്തിയാക്കിയിട്ട് അങ്ങനെ പാത്രം കഴുകൽ വീതനമൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അടുക്കളയൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ റീനുവിനെ കുളിപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ അവനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കിട്ടോ. അവനെ റെഡിയാക്കണമെങ്കിൽ ഭയങ്കര പണി, നമുക്ക് കുഴച്ചിൽ തളർച്ചയൊക്കെ വരും കേട്ടോ. അവനെ റെഡിയാക്കുമ്പോഴത്തേനും വെറുതെ കളിച്ചുകൊണ്ടും ഇങ്ങനെ പറഞ്ഞാലേ അനുസരിക്കില്ല. അവൻ്റെ പിന്നാലെ ഒരാൾ നടക്കുക. എനിക്ക് റെസ്റ്റൊന്നും ഇല്ല കേട്ടോ, നോമ്പെടുത്തെന്ന് പറഞ്ഞിട്ട് റെസ്റ്റൊന്നുമില്ല, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അവനെ നോക്കണം, അവന് ഫുഡ് കൊടുക്കണം, പിന്നെ പാത്രം കഴുകണം, വീട് വൃത്തിയാക്കണം. അങ്ങനെ കഴിയുമ്പോഴത്തേനും ഉച്ച ഒരു മണീൻ്റെ ഉള്ളിലാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും. അപ്പോൾ അവന് നിസ്കരിക്കാനുണ്ട് വരേണ്ട അവന് ഒന്നും എടുത്തിട്ട് അവന് ഞാൻ നിസ്കരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കടന്ന ശേഷം പിന്നെ ഫ്രൂട്ട്സൊന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോയി. അത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ പൂരി ഉണ്ടാക്കാമെന്നുണ്ട് ഒന്ന് പ്ലാന്. അപ്പോൾ പൂരിയും ചിക്കൻ കറി വെച്ചിട്ട് ഞാനിതാ പൂരിക്കുള്ള കുറച്ച് ലേറ്റായിട്ട് സമയമായി. അപ്പോൾ വേഗം മാവ് കുഴച്ച് വെച്ച് പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ഈത്തപ്പഴം ബദാം അതൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സിയാ സീഡ് അതും കുറച്ച് ഞാൻ ഇത്തിരി നാരങ്ങ വെള്ളം കലക്കണം എന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പോൾ അതും വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ടാണ് ലാസ്റ്റാണ് ഞാൻ ചിക്കൻ കഴുകാൻ നിന്നിട്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകി ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിക്കൻ കഴുകിയിട്ട് പൊരിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കറി വെക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത് കുറേ ദിവസം ഉണ്ട് കേട്ടോ ചിക്കൻ, ഞാൻ കുറച്ച് എടുത്ത് വെക്കാറുള്ളൂ, ഒരേ അടിക്ക് വെക്കില്ല.
അപ്പോൾ അങ്ങനെ അത് ഞാൻ സമയമായി അപ്പോൾ വേഗം കുക്കറിൽ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പൂരിക്കുള്ളത് ഇങ്ങനെയുണ്ട്, ഞാനിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എളുപ്പമാണ് കേട്ടോ പൂരി ചുടാൻ വേണ്ടിയിട്ട്, പരത്തി വേഗം കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാ ഉള്ളി വാടിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിലും പൊടികൾ മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ ചിക്കനും ഇട്ടിട്ട് അത് വിസിലടിക്കാൻ അവിടെ വെച്ചിട്ടോ. വെച്ച ശേഷം പിന്നെ ജ്യൂസ് അടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. സമയം ആവാറായിട്ടോ. അപ്പോൾ ഞാൻ വേഗം ജ്യൂസ് അടിച്ചേക്കട്ടെ. ഒരു മഴ മൂടലും ഉണ്ട്. അപ്പോൾ കറണ്ട് പോയാൽ വെച്ചിട്ട് വേഗം അത് അടിച്ചേക്കാൻ വെച്ചിട്ട് ഞാൻ എന്താ പഴവും ഇങ്ങനത്തെ സ്മൂത്തി അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സ്മൂത്തി. പഴവും പച്ചനാടൻ പഴം 2 ആപ്പിള്, പിന്നെ കോറല്ലേ നമ്മൾ കോറ കുറുക്കില്ല അത് ഉപ്പില്ലാണ്ട് കുറുക്കിയിട്ടിട്ട് അതും പിന്നെ ബൂസ്റ്റും പാലും പിന്നെ ബദാം, ഈത്തപ്പഴം, പിന്നെ നിരക്കടല അതൊക്കെ ഇട്ടിട്ട് നന്നായി ജ്യൂസ് അടിച്ച് അടിപൊളിയുണ്ട് അത് കുടിക്കാൻ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഞാൻ മാത്രമേ ഉള്ളൂ നോമ്പ്, അപ്പോൾ എനിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് മുന്തിരി ഇതൊക്കെ എടുത്ത് കഴുകി, പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു കുറച്ചൊരു പീസ് അതും കട്ട് ചെയ്ത് അതൊക്കെ റെഡിയാക്കി ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ നാരങ്ങ വെള്ളം കലക്കി അതും റെഡിയാക്കി വെച്ചിട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് സമയമായിട്ടോ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുക, പൂരി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോമ്പ് മാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പള്ളിയിലെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, വലിയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് ഈത്തപ്പഴമൊന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. വേഗം പോയിട്ട് വെള്ളവും ജ്യൂസും ഈ ഫ്രൂട്ട്സും കഴിച്ചിട്ട് അങ്ങനെ കടി ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നതിന് ഡെയിലി എണ്ണക്കടി കഴിക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണക്കടിയൊന്നും കഴിച്ചിരുന്നു, എണ്ണയിൽ ഉണ്ടാക്കി പൂരിയില്ല കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എണ്ണക്കടി ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ജ്യൂസും വെള്ളവും നിറയെ വെള്ളം കുടിച്ച് ഭയങ്കര വെള്ളദാഹം, നല്ല വെള്ളം കുടിച്ചത് വയറ് ഫുള്ളായി. അപ്പോൾ അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വെച്ചിട്ട് അങ്ങനെ പൂരി ചുടാൻ നിന്നിട്ട്, അപ്പോൾ പൂരി ചുട്ട് കഴിഞ്ഞിട്ട് അത് റെഡി ആയിട്ടാണ് പോയി നിസ്കരിച്ചിട്ട് പിന്നെയാണ് ഞാൻ നാഷ്ട കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.